കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു. അവസാനം ആരിനും ഇത്രയും കൂടെ മിഥുന്റെ അടുത്തേക്ക് പോവാണ്. അപ്പം ഇത്രയും അങ്ങോട്ട് വിട്ടിട്ട് ആരിനും കുറച്ചകലം മാറി നിൽക്കുകയാണ്. കുറച്ചകലം എന്ന് പറഞ്ഞൊരു മരത്തിന് മറവിൽ നിൽക്കുകയാണ്. തന്നെ ഒരു കാരണവശാലും ഇപ്പം ഇത് കാണാൻ പാടില്ല, കണ്ടിട്ടുണ്ടെ പ്രശ്നമാവും. പിന്നീട് മിത്ര മിഥുന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. മിത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട്, എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ മിഥുന്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും മിഥുൻ പറഞ്ഞു, നിന്നെ കാത്തിരിക്കുവാണ് ഞാൻ, എത്ര കാലമായെന്നറിയാവോ. ദൈവം എന്ന് പറഞ്ഞ ഒരാൾ എന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ടല്ലേ വീണ്ടും നിന്നെ എന്റെ കൺമുന്നിൽ എത്തിച്ചേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കുറെ കാലമായി ഞാൻ കാത്തിരിക്കുന്നൊക്കെ പറയണം. അത് കേട്ട് ഞാൻ മിത്ര പറഞ്ഞു, എന്തിനാ മിഥുനെ വിളിപ്പിച്ചേ, എനിക്ക് പോണെന്ന് പറയാ. അങ്ങനെ അങ്ങോട്ട് പോയാലോ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ, ഇവിടെ നിൽക്കുക, നമുക്ക് കുറച്ചേരം സംസാരിക്കാന്ന് പറയണം. ഒന്നുമല്ലേലും കുറച്ചു നാൾ നമ്മൾ സ്നേഹിച്ച് നടന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മിത്ര പറഞ്ഞു, ഇതേ മിഥുന് വെറുതെ ഇങ്ങനെയൊന്നും പറയരുത്, ഞാനിപ്പോ ഭാര്യയാണ് അറിയാലോ, ആരിന്റെ ഭാര്യയാണ് ഞാൻ, എന്നെ വെറുതെ ഉപദ്രവിക്കരുത്, എന്നെ വെറുതെ വിടണമെന്ന് പറയണം. നിന്നെ വെറുതെ വിടാലോ, ഒന്നുമല്ലേലും നമ്മൾ കുറെ കാലം സ്നേഹിച്ചപ്പം നിനക്ക് എന്നോട് ഇഷ്ടമില്ലായിരുന്നോ, നമ്മൾ തമ്മിൽ പരസ്പരം സ്നേഹിച്ചല്ലേ, പിന്നെ നിനക്ക് എങ്ങനെ അയാളോടൊപ്പം ആ ആരിനോടൊപ്പം ജീവിക്കാനായിട്ട് സാധിക്കുന്നു, നിന്റെ മനസ്സിൽ ഞാനില്ലെന്ന് ചോദിക്കുക. ഇല്ല മിഥുൻ, ഇപ്പോഴെന്റെ മനസ്സിൽ ആരും മാത്രമേ ഉള്ളൂ, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ജീവിക്കാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. ഇത് കേട്ടതും മിഥുൻ പറഞ്ഞു, അങ്ങനെ നിന്നെ ഞാനങ്ങോട്ട് വിട്ടുകളയാനോ, നിന്നെ വിട്ടുകളയാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നേ, അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇപ്പൊ നീ ഇവിടുന്ന് പോയിട്ടുണ്ട് അറിയാതെ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്, നിന്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ കൂടെ മോർഫ് ചെയ്ത് അങ്ങോട്ട് നെറ്റിനകത്തേക്ക് ഇടും, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ, പിന്നെ നിനക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാനായിട്ട് പറ്റില്ല, അതോടുകൂടി നീ ക്ലോസ് എന്ന് പറയണം, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ നിനക്ക് കൊള്ളാന്ന് പറയണം. മിത്രയ്ക്ക് അപകടമെടുത്തു, ഇവ നല്ല രീതിക്ക് നല്ലതിന് വേണ്ടിട്ടല്ല വന്നേ. മിത്ര ആകുന്ന കാല് പിടിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് മിഥുന്റെ അടുത്ത്. മിഥുൻ പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. മിഥുനാണെങ്കിൽ അവളെ കൊണ്ടുപോയേ തീരൂ, കാരണം കൊടൈക്കനാല് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുവാ മിത്രയെ കൊണ്ട് പോകാനായിട്ടുള്ള. അങ്ങനെ മിത്ര വഴങ്ങുവാണെങ്കിൽ അവളെ വിളിച്ചോണ്ട് പോകാൻ ഓർത്തിരുന്ന, പക്ഷെ മിത്ര വഴങ്ങുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ മിഥുന അപകടം എടുത്തു. ഇവളെ എത്രയും പെട്ടെന്ന് കീഴ്പ്പെടുത്തി കൊണ്ടുപോകാൻ രക്ഷയുള്ളൂ. മിഥുൻ പെട്ടെന്ന് മിത്രയുടെ ഇലയിരിക്കുന്ന കയ്യിലേക്ക് പിടിക്കുകയാണ്. ഇതാര്യം കണ്ട് അവിടെ വന്നിട്ട് ആരിന് മനസ്സിലായി കളി പന്തിയല്ലെന്നുള്ള കാര്യം. മിത്രയ്ക്ക് ടെൻഷൻ കയറി, ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ലോ. ആ നിമിഷം ആരും പിന്നെ ഒന്നും മടിച്ചില്ല. ആരും മറിഞ്ഞു നിന്ന് ആര്യൻ അങ്ങോട്ട് കളത്തിലേക്ക് ഇറങ്ങി വരുവാണ്. ആര്യനെ കണ്ടതും മിഥുൻ ഒരു നിമിഷം വായിച്ചു. പിന്നീട് അവിടെ ഒരു പൊരിഞ്ഞ സംഘടന അവിടെ നടന്നേ. ആര്യനും മിഥുനും തമ്മിലുള്ള. മിത്രയ്ക്ക് ഭയങ്കര ടെൻഷനായി. ഈ സമയത്ത് അവിടെ മറിഞ്ഞിരുന്ന കൂട്ടുകാരൻ അവൻ എന്ത് ചെയ്യുവാണ്, അവൻ അവിടുന്ന് ഓടി മാറുവാണ്. അവന് പേടിയായിപ്പോയി, തന്നെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ തന്നെയും കൂടെ പിടിച്ചിട്ട് ആരിനിടിച്ചാലോ എന്ന് ഭയന്നിട്ട് ശരത്ത് അങ്ങോട്ടേക്ക് ഓടുവാണ്. ആ സമയം മിത്ര പറഞ്ഞു, വേണ്ട ആര്യ ഇനി മതി എന്നൊക്കെ പറയാണ്. പക്ഷെ നല്ല ദേഷ്യമായിരുന്നു. പിന്നീട് ആര്യം പറഞ്ഞു, നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ, നിന്നോട് മര്യാദയുടെ ഭാഷയിലല്ലേ മിത്ര സംസാരിച്ചോണ്ടിരുന്നേ, ഞങ്ങളെ ജീവിക്കാൻ നീ അനുവദിക്കില്ലല്ലേ, സത്യം പറയടേ, എവിടെയാടാ ആ കൊണ്ടുപോയ സ്വർണം മൊത്തം എവിടെയാന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം മിഥുൻ പറഞ്ഞു, അതെന്റെ ഇല്ലാന്ന് പറയാ, മര്യാദയ്ക്ക് സ്വർണം തന്നു, ഇവളുടെ ജീവിതം നശിപ്പിച്ച് കടന്നു കളയാൻ നീ വിചാരിച്ചില്ലേ, അങ്ങനെ നിന്നെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ലടാ, നിന്നെ കാണിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അവനെ അവിടെ ഇട്ട് ഒരു വിധത്തിൽ പഞ്ഞിക്കിടുവാണ്. അപ്പോഴേക്കും മിത്ര അവസാനം പറഞ്ഞു, വേണ്ട ആര്യ നമുക്ക് മതി പോവാന്നൊക്കെ പറയണേ. ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് ശരിയാകത്തില്ലെന്ന് പറയണം. പിന്നീട് മിഥുനോട് ആര്യം പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ, എന്റെ ഭാര്യയാടെ നിൽക്കുന്നേ, ഇവളെ ഇങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞു വിട്ടിട്ട് ഭർത്താവായി ഞാൻ വെറുതെ ഇരിക്കുന്നോ, ഇവൾ എന്നോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നടാ, നിന്റെ മനസ്സിലിരിപ്പ് പോലെയൊന്നും അല്ല, നിനക്ക് ഇവളെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ, നീ ചെയ്ത പ്രവൃത്തിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയടാ, നിന്നെപ്പോലൊരു ദുഷ്ടൻ നിന്നെ അല്ലേ തന്നെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുവായിരുന്നൊക്കെ പറയണം. അവസാനം അവനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടണം. പിന്നീട് മിത്രഞ്ഞ് മതി എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മിഥുന അനക്കില്ല. ആകെപ്പാട് ടെൻഷനായപ്പോ രണ്ടുപേർക്കും. പെട്ടെന്ന് മിത്ര ആര്യ അതേ മിഥുൻ അനങ്ങുന്നില്ല എന്ന് പറയണം. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അനക്കില്ലാത്ത പോലെ കിടക്കണം. വാ നമുക്ക് പോവാം, ഇനി നമ്മൾക്ക് നിൽക്കണ്ടെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, പെട്ടെന്ന് ആര്യനെ വിളിച്ചോണ്ട് മിത്ര അവിടുന്ന് പോവണം. വല്ലാത്തൊരു ടെൻഷനായപ്പോ രണ്ടുപേർക്കും. ഇനി മിഥുന് വല്ലതും സംഭവിച്ചോന്ന് പോലും അറിയത്തില്ല, അവൻ മരിച്ചു പോയെന്നൊരു ചിന്ത രണ്ടുപേരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലാതെ അവരവിടുന്ന് രണ്ടുപേരും കൂടെ ഓടി മറയുവാണ്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അപകടം ഇനി വിളിച്ചു വരുത്തുന്ന പോലെ ആയിരിക്കും. അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഓടുന്നത്. മിത്ര നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് മിത്ര പറഞ്ഞു, ആര്യ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്, പേടിക്കണ്ട, നീ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാ, എനിക്ക് പേടി ആര്യ, മിഥുന് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ, ഇനി
വല്ല കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് വന്ന് പൊക്കൂലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ ആര്യ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. നീ സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യം മിത്രനെ സമാധാനിപ്പിക്കുകയാണ്. എന്നാലും ആന്റെ ഉള്ളിൽ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് അവരങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയത്ത് ഭയങ്കര സന്തോഷത്തിലാണ് ആകാശ്. കാരണം നല്ല വില കൂടിയ ഒരു കാറാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ ആകാശിനെ സൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ശാന്തി രവീന്ദ്രനും കൂടെ. ഈ സമയത്ത് ബാലൻ നല്ല ടെൻഷനില്ല. ആ ആകാശ് ഇതുവരെയായിട്ട് പോയിട്ട് വന്നിട്ടില്ല. പിന്നീട് ധർമ്മനോട് പറഞ്ഞു, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയവനാ, മണിക്കൂർ എത്രയായെന്ന് ചോദിക്കാണ്. ദേ അളിയനൊന്ന് സമാധാനപ്പെട്, അവൻ ഇങ്ങോട്ടേക്ക് വരൂന്ന് പറയാം. വരുമ്പോലും എന്നിട്ട് ഇത്ര സമയമായിട്ട് അവൻ വന്നോന്ന് നോക്കിയേ എന്നൊക്കെ പറയണ. ഈ സമയത്ത് മീനാക്ഷിനെ വിളിക്കുകയാണ് ആകാശ് വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ മീനാക്ഷി ചോദിച്ചു, ആകാശ് അവിടെയാണെന്ന് നിൽക്കും. അതെ, അതെന്താ അങ്ങോട്ടേക്ക് പോയ, വീട്ടിലേക്ക് പോയെന്ന് നിൽക്കും. അതൊക്കെയുണ്ട്, നീ വരും പറയാം, സർപ്രൈസ് ആയിരിക്കും എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, മീനാക്ഷി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ മീനാക്ഷിയും കൂടെ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി ആകാശിന്. പിന്നീടാണ് കാറൊക്കെ കാണുന്നത്. കാർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് അത്ഭുതമായിരുന്നു. മീനാക്ഷി ചോദിച്ചു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അതെ, രണ്ടുപേർക്കും ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ആകാശിനും മീനുവിനും വേണ്ടിയിട്ട് കാർ വാങ്ങിയതാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മീനാക്ഷി ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷെ ഇത് അച്ഛന് ഇഷ്ടപ്പെടും ആകാശം ചോദിക്കാം. എന്തിന് അച്ഛന് ഇഷ്ടപ്പെടായിക വരുന്ന എന്തിനാ, നല്ലൊരു കാര്യം തന്നെയല്ലേ അങ്കിള് ചെയ്തിരിക്കുന്നു ചോദിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശാന്തി പറഞ്ഞു, അതെ, മോള് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ വീട്ടിൽ വണ്ടിയില്ലോ, എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിലോ പെട്ടെന്ന് എവിടെയെങ്കിലും പോണെങ്കിൽ പോലും വേറെ വണ്ടി ഓടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ ആകാശും മീനാക്ഷിയും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ കാറുമായിട്ട് വീട്ടിലേക്ക് വരണത്. പിന്നീട് അവര് കുറച്ച് സമയം ടൗണിൽ കൂടെ ഒക്കെ ചുറ്റിക്കറങ്ങിയിട്ട് അങ്ങോട്ട് വരുന്നേ. ഈ സമയത്ത് ശ്രീദേവി സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രീദേവി നോക്കിക്കഴിഞ്ഞപ്പോ ഒരു പുതിയ കാറ് വരുന്നു. ഇതേതാ ഈ കാറ്, കൊള്ളാലോന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുക ദേവിനെ. ഇനി അപ്പുറത്തെങ്ങാനും വന്നാണോ? അങ്ങനെയാണെങ്കിൽ ശ്രീദേവിയുടെ സ്വഭാവം ശരിക്കും അറിയും. നോക്കിക്കഴിഞ്ഞപ്പോ അതിൻ്റെ അകത്തുനിന്ന് ആകാശ് ഇറങ്ങുന്നു, മീനാക്ഷി ഇറങ്ങുന്നു. ഇതെങ്ങനെ ഇവരിതിനകത്ത്? പെട്ടെന്ന് ശ്രീദേവി എന്നിട്ട് അല്ല, ഇതേത് കാറാ മീനു എന്ന് ചോദിക്കുക. ഇതേ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങി തന്നാന്ന് പറയണ. നിങ്ങൾക്ക് വാങ്ങി തന്നോ? അതെ, എനിക്കും ആകാശിനും വാങ്ങി തന്നാന്ന് പറയും. ആഹാ, കൊള്ളാലോ, ആ ആകാശിൽ ലോട്ടറി അടിച്ചല്ലോ എന്നൊക്കെ പറയും. എന്നാലും ഇത് പക്ഷെ അത്ര ശരിയായ കാര്യമാണോ മീനു? അതെന്താ ശ്രീദേവി എടുത്ത് അങ്ങനെ പറഞ്ഞേ? അല്ല, ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മേടിക്കാന്നൊക്കെ പറഞ്ഞ ആകാശിന് നാണക്കേടൊന്നും ഇല്ലെന്ന് ചോദിക്കുക. ആകാശ് പറഞ്ഞ എന്തിനു നാണം കിടണം, അതിന്റെ ആവശ്യമൊന്നും ഇല്ലോന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ വീട്ടില് ഓരോന്നും ഇല്ല. ഇനി എങ്ങാനും ഇതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മീനാക്ഷിക്കായിരിക്കും പവർ കൂടുതൽ വരുന്നേ. അങ്ങനെയാണെങ്കിൽ താൻ ഒന്നും അല്ലാതായിപ്പോ. എങ്ങനെയെങ്കിലും ബാലച്ചനോട് പറഞ്ഞിട്ട് ഈ കാർ ഇവിടുന്ന് തുരത്തണം എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാ. ആ സമയം ആകാശും മീനാക്ഷിയും കൂടെ അകത്തേക്ക് കയറിപ്പോവാ. പിന്നീട് ഗോമതിയെ വിളിച്ചുകൊണ്ടൊന്ന് കാറ് കാണിക്കുകയാണ്. ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയണ. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, അതെ, അങ്കിള് വാങ്ങിച്ചെന്നാന്ന് പറയണ. നിനക്ക് വേണ്ടി വാങ്ങിച്ചെന്നാണോ? അതേന്ന് പറയണ. ആഹാ, കൊള്ളാലോ എന്നൊക്കെ പറയാ. പക്ഷെ ഗോമതിയുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട്. ചിലപ്പോ ബാലേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. പിന്നീട് അവര് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ശ്രീദേവി പോയിട്ട് മാറി എന്നിട്ട് ശ്രീകലയെ വിളിക്കുകയാണ്. ശ്രീകലയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ആകെ പാടെ പണിയായെന്ന് പറയണം. എന്നെ കാര്യം എന്താ? അതെ, ആ മീനാക്ഷി വന്നിട്ടുണ്ട് കൂടെ. മീനാക്ഷി ആകാശം കൂടെ വീട്ടിൽ പോയിട്ട് വന്നു. വലിയൊരു കാറൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നു പറയണം. കാറ്? എന്നാ കാറ്? അവരടുത്ത് വെറുതെ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ കാറായിരിക്കുന്നു. അതല്ലമ്മേ, ശരിക്കും നല്ല കാറില്ലേ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എടി മോളെ, എന്തൊക്കെയാടി അവിടെ നടക്കണമെന്ന് ചോദിക്കും. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. എന്റെ അമ്മേ, ഇനിയിപ്പം എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വല്ല കാറും വേണമെന്നങ്ങനെ ഇവിടെ ആരും പറഞ്ഞ ആനന്ദേണ്ണ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ തീർന്നു. നമ്മൾ എവിടുന്ന് കാർ ഉണ്ടാക്കാനാ? അല്ലെങ്കിൽ തന്നെ അമ്മയും അച്ഛനും വരുമ്പോ ഓരോ പുതിയ പുതിയ വണ്ടിയല്ല വരുന്നേ. ഇനിയിപ്പം അത് എവിടെ നിന്നെങ്ങാനും ആനന്ദേട്ടൻ എങ്ങാനും ചോദിച്ചാൽ ഞാൻ എന്തും മറുപടി പറയും. ഇതുകൊണ്ടല്ലേ മീനുവിന്റെ വീട്ടിൽ നിന്ന് കാറൊക്കെ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ എങ്ങനെ പിടിച്ചു വെക്കുമെന്ന് അമ്മ പറ. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സ്ത്രീകൾ പറഞ്ഞു, മോളെ, നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. എങ്ങനെയെങ്കിലും ആ കാർ അവിടുന്ന് ആ മീനാക്ഷിയുടെ വീട്ടിലേക്ക് തന്നെ എത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നോക്ക്. നിന്റെ കയ്യിലാണോ തന്ത്രങ്ങളില്ലാത്തതിന് ചോദിക്കുകയാണ്. ഒരു കാരണവശാലും ആ കാർ അവിടെ പാടില്ല. അറിയാലോ, ഞാൻ നോക്കാമേ, എനിക്കാണ് ആകെപ്പാടെ ടെൻഷൻ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ പാപ്പരാസം വല്ലവരും അറിയത്തില്ല, ഇനി പുറത്തറിയത്തില്ലേ നമ്മളൊന്നും ഇല്ലാത്തവരാന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി ശ്രീദേവി ആകെപ്പാടെ സങ്കടപ്പെടുവാണ്. പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ആലോചിച്ചു, എന്താ ചെയ്യണ്ടേ, എന്തെങ്കിലും തന്ത്രം ഒപ്പിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ വീട്ടിലേക്ക് വരുവാണ്. ബാലൻ വീട്ടിൽ വന്ന സമയത്ത് മീനാക്ഷിയും ആകാശം മുറിയിലായിരുന്നു. ആ സമയത്ത് ആര്യനും
മിത്രയും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ നേരത്തെ വീട്ടിലേക്ക് വന്നിട്ട് അവർക്ക് നല്ല ടെൻഷനായിരുന്നു. നല്ല ടെൻഷൻ കാണാൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നേ. അങ്ങനെ മുറിക്കകത്ത് കയറി അവരവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. പിന്നീട് ആര്യം പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നീട് ആര്യം പുറത്തേക്ക് വന്നു. ആര്യം പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലന്റെ വരവ്. ബാലൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുറ്റത്തൊരു പുതിയ കാർ എടുക്കുന്നു. ഇതേതാ ഈ കാറ്? ഇനി അപ്പുറത്തെങ്ങാനും വന്നതാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പോഴേക്കും ആര്യനോട് ചോദിച്ചു, ആര്യ ഇത് ആരുടെ കാറെന്ന് ചോദിക്കണം. അത് പിന്നെ ആകാശേന്റെ എന്ന് പറയണ. ആകാശിന്റെയോ? അവൻ എവിടുന്നാ കാറ്? അത് പിന്നെ ആകാശേന്റെ വീട്ടിൽ നിന്ന് കൊടുത്ത മീനാക്ഷി അടുത്തിന്റെ വീട്ടിൽ നിന്ന് കൊടുത്താന്ന് പറയണേ. മീനാക്ഷിയുടെ വീട്ടിൽ നിന്നോ? ഇത് കേട്ടതും ബാലിന് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാലിന് വല്ലാത്ത ദേഷ്യ സങ്കടമായിപ്പോയി. ഓഹോ, അപ്പൊ ഇതിനായിരുന്നല്ലേ വിളിപ്പിച്ചേ. ഭാര്യ വീട്ടിൽ നിന്ന് കാറൊക്കെ കിട്ടിയിരിക്കുന്നവന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ബാലിന്. ബാലിന് എന്ത് ചെയ്യുവാണ്? കാറിയും കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ കിടന്നിട്ട് കട്ട എടുത്തിട്ട് ഇടിച്ചു പൊട്ടിക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് ആരും കയറി തടഞ്ഞു. അച്ഛൻ എന്ത് പരിപാടി കാണിക്കണേന്ന് ചോദിക്കണം. പിന്നെ കാറ് കൊടുത്ത് വിട്ടിരിക്കുന്നു. ഇവിടെ ആരുടെ ഒരു കാറും വേണ്ടെന്ന് പറയണേ. ഇവിടെ എന്താ എനിക്കെന്താ കാറ് മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആരും പറയും, അച്ഛൻ എന്തും മണ്ടത്തരെ കാണിക്കണേ. മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് മീനാക്ഷിയടുത്തേക്ക് കൊടുത്ത സാധനം അച്ഛൻ എന്തിനാ തല്ലി പൊടിക്കാൻ തുടങ്ങണമെന്ന് ചോദിക്കാണ്. ബാലിനും എന്ത് ചെയ്യണം നടത്തില്ല. ബാലിനൊന്ന് അടങ്ങി. പിന്നീട് ബാലിന് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രീദേവി വന്നിട്ട് ബാലിനോട് ചോദിച്ചു, ബാലച്ച പുറത്തിറക്കുന്ന കാറൊക്കെ കണ്ടല്ലോ അല്ലേന്ന് ചോദിക്കണം. കണ്ടെന്ന് പറയണ. ഇപ്പൊ കാറ് നാളെ കണ്ടോ? മീനുവിനെ ആകാശിനെയും കൂടെ അവരങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു പറയണേ. നീ എന്താ ശ്രീദേവി പറയണെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? സത്യമായിട്ടുള്ള കാര്യ. കാറൊക്കെ കൊടുത്തേ അമ്മായിച്ചൻ മയക്കെടുത്തേക്കോ ആകാശിനെ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ആകാശ് കൈവിട്ട് പോകട്ടോ. ബാലച്ചനും മുറുക്കെ പിടിച്ചില്ലെങ്കിൽ അവസാനം നമ്മുടെ ആകാശിനെ നമുക്ക് കൈവിട്ടു പോകും. പിന്നീട് ബാലച്ചനടുന്ന് കടഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് പറയണം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലന്റെ ഉള്ളൊന്ന് കത്തി. ദൈവമേ, സത്യമായിരിക്കും എങ്ങനെയൊക്കെ? എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ സമയത്ത് ശ്രീദേവിക്ക് സന്തോഷമായി. താൻ പറയുന്നതൊക്കെ ബാലച്ചൻ വിശ്വസിക്കുന്നുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ബാലനങ്ങ് മുറിയിലേക്ക് പോയി ആകപ്പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഗോമതി വന്നേ. പിന്നീട് ഗോമതിയുടെ ഇതിനെക്കുറിച്ച് ചോദിക്കണം. ഗോമതി പറഞ്ഞു, അതിനിപ്പം മീനുവിന്റെ വീട്ടുകാർ കൊടുത്തെന്നോർത്ത് എന്താ, നല്ല കാര്യമല്ലേ ബാലേട്ടാ. ഇവിടെയാണ് വണ്ടി ഇല്ല താനും. എവിടെയെങ്കിലും പോണെങ്കിൽ ടാക്സി വിളിച്ചില്ല പോണെന്ന് വെക്കും. ഇത് കേട്ട ബാലിന് ദേഷ്യം വന്നു. ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാ വണ്ടിക്ക് കയറാനൊന്നും എന്നെ കിട്ടത്തില്ല അവന്റെ. എനിക്ക് ബാലിന്റെ കാർ മേടിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആള് കളിക്കണം അവിടെ കിടന്നുണ്ട്. ഗോമതി പറഞ്ഞു, ഇനി എന്താണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആകാശിന് കൊടുത്ത സാധനല്ലേ, അതിപ്പോ ആകാശ് ഉപയോഗിക്കുക എന്തോളം ചെയ്തോട്ടെ, അത് അവരുടെ കാര്യല്ലേ, നമ്മൾ അതിനകത്ത് തലയിടാൻ പോണ്ട കാര്യമൊന്നുമില്ലെന്ന് ഗോമതി പറയണ. ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് സാവിത്രിയമ്മയ്ക്ക് ആ ടെൻഷനാ. കാരണം ആധാരം എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരായിട്ടും കൊടുത്തിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷനാ. അതിന് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം ആവൂലോ. ഇനിയിപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള സാവിത്രിയമ്മ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഡ്രോയ്ക്കകത്ത് തുറന്നിട്ട് അതിനകത്ത് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും ആധാരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇനിയിപ്പം അച്യുതനോടും അനന്തനോടും എന്താ പറയണ്ടേ ആധാരത്തിന്റെ കാര്യത്തില്? ആധാരമില്ല എന്നുള്ള കാര്യം, വീടിന്റെ ആധാരം ഇല്ലാന്ന് അറിഞ്ഞുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ടെൻഷൻ അടിച്ച് സാവിത്രിയമ്മ ഇരിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേനും സാവിത്രിയമ്മ അങ്ങോട്ട് ബോധം കെട്ട് വീഴുവാണ്. ആരും അറിഞ്ഞില്ല ഈ കാര്യങ്ങളൊന്നും. ടെൻഷൻ കൂടി കഴിഞ്ഞപ്പോൾ സംഭവിച്ചു പോയതാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സാവിത്രിയമ്മ അവിടെ കിടക്കുന്നുണ്ട്. അമ്മയമ്മയെന്നും വന്ന് കുലിക്ക് വിളിക്കുകയാണ്. കുലിക്ക് വിളിച്ചിട്ട് ഒരു ബോധം ഉണ്ടായില്ല. അതേപടി തന്നെ അവിടെ കിടക്കുകയാണ്. നന്ദിനി അവിടെ കിടന്ന് അലറി വിളിച്ച് കഴിയുമ്പോൾ അച്യുതനും അനന്തനും എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി വരുവാണ്. ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സാവിത്രിയമ്മ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സാവിത്രിയമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയം ആര്യനും ഇത്ര നല്ല ടെൻഷനിലായിരുന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇതിന്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് എന്താ സംഭവിച്ച എങ്ങനെയൊന്നും അറിയത്തില്ല. ഇനിയിപ്പം അവന് ജീവൻ ഉണ്ടായിരിക്കോ അതോ അവൻ മരണപ്പെട്ടോ എന്നൊന്നും അറിയത്തില്ല. ആ ഒരു ടെൻഷനിൽ രണ്ടുപേരും ഇരുന്നേ. ആ സമയത്ത് പിന്നീട് ബാലിനെ അന്വേഷിച്ച് ഗോമതി സ്റ്റോഴ്സിലേക്ക് പോലീസൊക്കെ എത്തുന്നുണ്ട്. ബാലിനോട് കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പം മിഥുന്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ടാണോ ബാലിനെ അന്വേഷിക്കണമെന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പം മിഥുൻ കൊല ചെയ്യപ്പെട്ടു അവരുടെ മരണത്തിന് പിന്നിൽ ആരിനാണോ എന്നൊക്കെ നമ്മൾ പ്രമോ വിശേഷത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അത് ആരിന്റെ തലയിലേക്ക് ആ കുറ്റം വരാം. അല്ലെങ്കിൽ ഇനിയിപ്പോ ബാലിന്റെ തലയിലേക്കാണോ വരുന്നതെന്നും പറയാൻ പറ്റില്ല. ബാലനാണോ അതോ ഇനിയിപ്പോ ആരിനാണോ എന്നറിയത്തില്ല. എന്താണെങ്കിലും ബാലിനെ അന്വേഷിച്ചാണ് പോലീസ് ഗോമതി സ്റ്റോഴ്സിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെ ഫുൾ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അവസാനം ബാലിന്റെ കയ്യിലേക്കാണോ ഇനിയിപ്പോ പിടി വീഴുന്നതെന്നും പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.